ദൈവനാമത്തിന് മഹത്വം പറയുന്നു. ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിക്കുവാനുമുള്ള അവസരം സർവശക്തനായ കർത്താവ് നൽകിയതിനെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ എല്ലാ വഴികളെയും ഓർത്ത് ദൈവത്തിന് മഹത്വം പറയുവാനും സ്തുതിക്കുവാനും നാം കടപ്പെട്ടവരാണ് എന്നുള്ളതാണ് വളരെ യാഥാർത്ഥ്യം. നാം ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി വായിച്ച സങ്കീർത്തനം 6 എത്തുകയാണ്. ഏതാണ്ട് 10 വാക്യങ്ങൾ ഉള്ള ഒരു സങ്കീർത്തനമാണ് 6-ാമത്തെ സങ്കീർത്തനം. അതിന്റെ എഴുത്തുകാരൻ ദാവീദാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഈ സങ്കീർത്തനം എഴുതുവാനുള്ള കാരണം വ്യക്തമല്ല എന്നാണ് ഇതിനെക്കുറിച്ചുള്ള വേദശാസ്ത്രന്മാരുടെ ചിന്തയെന്ന് പറയുന്നത്. രോഗമോ മറ്റ് ആരോഗ്യ പ്രശ്നമോ ആകാം ഇതിന്റെ കാരണമെന്നാണ് കരുതുന്നത്. അതായത് സങ്കീർത്തനം 6-ന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കാണുന്നത്. സങ്കീർത്തനം 6 അബ്ശാലോമിന്റെ മത്സരകാലത്ത് ദാവീദിന്റെ ഏതാണ്ട് വാർദ്ധക്യകാലത്ത് അദ്ദേഹം രചിച്ച സങ്കീർത്തനമാണെന്ന് ചില വേദശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. സങ്കീർത്തനം 6 നമ്മൾക്ക് നൽകുന്ന വായനക്കാർക്ക് കേൾവിക്കാർക്ക് നൽകുന്ന ചില പാഠങ്ങൾ. ഒന്നാമതായിട്ട്, നാം ഏത് അവസ്ഥയിലാണോ അവിടെ നിന്ന് ആരംഭിച്ചു നമ്മുടെ തളർച്ചയും വിലാപവും കരച്ചിലും വ്യസനവും എല്ലാം സത്യസന്ധമായ ദൈവത്തോട് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നാം ഏത് സംവിധാനത്തിലായിരുന്നോ ഏത് അവസ്ഥയിലായിരുന്നോ അതൊന്നും മറച്ചു വെക്കാതെ ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നാണ് ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞ് നമ്മൾ എത്തേണ്ടത്. ഇനി രണ്ടാമതായിട്ട്, അരിഷ്ടതയുടെയും ദുഃഖത്തിന്റെയും സമയങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ചാരുകയും അത്യന്താപേക്ഷിതമാണെന്നാണ് സങ്കീർത്തനം 6 നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പലരും ഈ ദുഃഖത്തിന്റെയും ഞെരുക്കത്തിന്റെയും ഒക്കെ വേളകളിൽ ദൈവം എന്നെ മറന്നു കളഞ്ഞു, ദൈവം എന്നെ ഓർക്കുന്നില്ല, ദൈവത്തിന് ഞാൻ വിഷയമല്ല എന്ന് പറയുന്ന രീതിയിൽ അവര് മനസ്സിനെ തെറ്റിച്ചുകൊണ്ട് പോകുന്ന ചില സംവിധാനങ്ങൾ നമ്മുടെ ഇടയിൽ നമ്മൾ കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല ഒരു ദൈവഭക്തൻ യഥാർത്ഥമായി ചെയ്യേണ്ടത്. അവനെ ദൈവം കരുതുന്നു, ദൈവം അവനെ അറിയുന്നു എന്ന ഒരു ചിന്തയിൽ നിന്ന് ദൈവത്തോട് നന്നായിട്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് പൂർണ്ണമായിട്ട് ചാരുന്ന ഒരു അവസരമായിരിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത്. ഇനി സങ്കീർത്തനം 6-ന്റെ സാഹിത്യ രൂപം അല്ലെങ്കിൽ ജൻറി എന്ന് പറയുന്നത് വിലാപത്തിന്റെ ഡ്രാമ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് അത് അപേക്ഷയിൽ അല്ലെങ്കിൽ യാചനയിൽ നിന്ന് ആരംഭിച്ച് അത് സ്തുതിയിലേക്ക് നീണ്ടുപോകുന്ന ഒരു ഡ്രാമ അല്ലെങ്കിൽ വിലാപത്തിന്റെ ഡ്രാമ എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ പറയാം. സങ്കീർത്തനം 6-ന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ കണ്ടന്റ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കേളപേക്ഷയും അല്ലെങ്കിൽ സപ്ലിക്കേഷൻ കാരുണ്യത്തിനായുള്ള പ്രാർത്ഥനയും. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥിക്കുന്നവന്റെ അവസ്ഥയും. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ദൈവം പ്രാർത്ഥന കേട്ടു എന്ന ഉറപ്പാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ സങ്കീർത്തനം 6-ൽ രചയിതാവ് ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുന്നത്. ഇനി സങ്കീർത്തനം 6-ന്റെ 9-ാമത്തെ വാക്യം വായിക്കാം. യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും. നമ്മളത് മറ്റ് പരിഭാഷകളിൽ വായിക്കുമ്പോൾ എന്റെ അപേക്ഷ എന്നുള്ള ഭാഗത്ത് KJV കൊടുത്തിരിക്കുന്നത് സപ്ലിക്കേഷൻ പദമാണ്. എന്ന് പറഞ്ഞാൽ കേളപേക്ഷയും എന്ന് പറഞ്ഞാൽ കാലിൽ പിടിച്ച് നിലവിളിച്ചുകൊണ്ട് പറയുന്ന എന്റെ അപേക്ഷ എന്ന് പറയാം. അതുപോലെ ദൈവന്റെ പ്രാർത്ഥന കൈക്കൊള്ളും എന്ന് പറഞ്ഞ ഭാഗത്ത് അവിടെ the Lord will receive my prayer, അല്ലെങ്കിൽ കർത്താവ് എന്റെ പ്രാർത്ഥന സ്വീകരിക്കും, അല്ലെങ്കിൽ കൈപ്പറ്റും, അല്ലെങ്കിൽ ഏറ്റുവാങ്ങും എന്നൊക്കെയാണ് KJVയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം. ഇനി നമ്മൾ NIVയിലേക്ക് വരുമ്പോൾ അവിടെ സപ്ലിക്കേഷൻ എന്ന പദത്തിന് അല്ലെങ്കിൽ അപേക്ഷ പദത്തിന് ക്രൈ ഫോർ മേഴ്സി എന്ന് പറഞ്ഞ കരുണയ്ക്കായുള്ള കരച്ചിലെന്ന്. ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നമ്മുടെ ദൈവസന്നിധിയിൽ നാം അഭിനയിക്കുകയല്ല വേണ്ടത്. നാം യഥാർത്ഥമായി ദൈവസന്നിധി ചെന്ന് നമ്മുടെ ആവശ്യം എന്താണ് അത് കരുണ തോന്നുവാൻ കഴിവുള്ള കരുണാസമ്പന്നനായ ദൈവത്തിന് മുമ്പാകെ കരുണയ്ക്ക് വേണ്ടിയുള്ള ഒരു കരച്ചിൽ നടത്തുന്ന ഒരു സംവിധാനം. അത് അഭിനയമാകരുത്. ഇനിയും ദൈവന്റെ പ്രാർത്ഥന കേൾക്കും എന്ന് പറയുന്ന രീതിയിലാണ് മലയാള പരിഭാഷയിലും അതുപോലെ കിംഗ് ജെയിംസ് ഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ന്യൂ ഇന്റർനാഷണൽ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം ഇതാണ്: കർത്താവ് എന്റെ അപേക്ഷ അല്ലെങ്കിൽ കരുണയ്ക്കായുള്ള കരച്ചിൽ അവൻ സ്വീകരിക്കും അല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഉറപ്പ്, എന്റെ അപേക്ഷ അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന, എന്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള യാചന അല്ലെങ്കിൽ കരച്ചിൽ എന്റെ ദൈവം അംഗീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടത് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഉറപ്പ്
ആ ഒരു പ്രാർത്ഥന വിജയം കൊയ്യുന്ന പ്രാർത്ഥനയല്ല. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗം ഞാൻ പ്രസക്ത ഭാഗം എന്ന് പറയാം. നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകുക, എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴി എന്നോടുകൂടി ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ ഇവിടെ യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പന്റെ വീട്ടിൽ നിന്ന് ജ്യേഷ്ഠനായ ഏശാവിനെ ഭയന്ന് യാക്കോബ് ഓടുന്ന രംഗം ആണ് നമ്മൾക്ക് ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. യാക്കോബ് തന്റെ അമ്മയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ തന്റെ അമ്മാച്ചന്റെ വീട്ടിലേക്ക് വളരെ സ്പീഡിൽ ഓടി അവിടെ എത്തി. അങ്ങനെ അവിടെ തമ്പടിച്ച് ഏതാണ്ട് തന്റെ അമ്മാച്ചന്റെ 2 മക്കളെ പെൺപിള്ളാരെ വിവാഹം കഴിച്ചു. അവർ വഴി തനിക്ക് മക്കളുണ്ടായി. അദ്ദേഹത്തിന്റെ മൃഗസമ്പത്തുകളെയും ധാരാളം നൽകി. അപ്പോൾ പോകുന്ന വഴിയിൽ 28-ാം അധ്യായത്തിൽ അദ്ദേഹം കൊണ്ട് ദർശനമുണ്ട്. ലൂസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ച് താൻ അവിചാരിതമായി ഒരു ദർശനത്തിന് വിധേയനാവുകയാണ്. അവിടെയാണ് സ്വർഗത്തോളം എത്തുന്നൊരു കോവേണി, അതിൽ കൂടി ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദിവ്യമായ ദർശനം കണ്ട അദ്ദേഹത്തിന് ദൈവശബ്ദം കേൾക്കാൻ കഴിയും. നീ പോകുന്ന വഴിയിലേക്ക് ഞാൻ ഇവിടെ കൂടിയിരിക്കാം എന്നൊക്കെ പറഞ്ഞ്, നിന്നെ അനുഗ്രഹിക്കാം എന്നൊക്കെ പറഞ്ഞ് ദൈവം വാഗ്ദത്തം പറയുമ്പോൾ അദ്ദേഹം ഉറക്കമുണ്ടെന്ന് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ഭവനമാണ്, സ്വർഗത്തിന്റെ വാതിലാണ്, ഞാനത് അറിഞ്ഞില്ല സത്യം എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് താൻ തലികടയായി വെച്ചത് കൈയെടുത്ത് തൂണായി നിർത്തി അതിൽ എണ്ണ ഒഴിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഒരു ഉടമ്പടി ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ പോകുന്ന വഴിയിലെല്ലാം എന്റെ കൂടെ ഇരിക്കുകയും എന്റെ ബഹുസമ്പത്തോടെ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടക്കി വരുത്തുകയും ചെയ്താൽ നീ എന്റെ ദൈവമായിരിക്കും, ഇത് നിന്റെ ആലയമായിരിക്കും, എനിക്ക് ലഭിക്കുന്നുവല്ലോ, ഞാൻ നിനക്ക് ദശാംശം തരും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ജീവിതയാത്രയുടെ ആ തിരക്ക് മൂലം താൻ ഏതാണ്ട് അപ്രോക്സിമേറ്റ് 20-21 വർഷക്കാലമാണ് താൻ ബുദ്ധിനാരാവിൽ ജീവിച്ചത്. അങ്ങനെ താൻ ജീവിച്ച് അവിടുന്ന് മടങ്ങിപ്പോരുന്ന ഒരു പ്രത്യേക ഘട്ടം നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ മടങ്ങിപ്പോരുന്ന ആ അവസരത്തിൽ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, യാക്കോബേ, നീ പുറപ്പെട്ട് ബഥേലിലേക്ക് പോവുക, ഞാൻ ബഥേലിന്റെ ദൈവം എന്ന് പറഞ്ഞു. നിന്റെ കഷ്ടകാലത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടവനാണ്. അതുപോലെ നീ പോയ വഴിയിലൊക്കെ ഞാൻ നിന്നെ സൂക്ഷിച്ചവൻ. ഈ ഒരു ബോധ്യം ദൈവം നൽകിയപ്പോൾ അദ്ദേഹം തന്റെ ഭാര്യമാരോട് കൂടെയുള്ളവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോവുക, എന്റെ കഷ്ടകാലത്തിന്റെ പ്രാർത്ഥന കേട്ടൊരു ദൈവമുണ്ട്, ഞാൻ പോയ വഴി എന്നോട് കൂടുതലും ദൈവമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ആ ബഥേലിൽ ചെന്ന് യാഗപീഠം ഉണ്ടാക്കി നാം ആരാധിക്കാൻ തുടങ്ങിയാണ്. പക്ഷേ അങ്ങനെ ആരാധനയ്ക്കുള്ള ക്രമീകരണം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ചില ക്രമീകരണം നടത്തുവാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള അന്യദേവന്മാരെ നിങ്ങൾ നീക്കിക്കളയുക. അപ്പോൾ നമ്മൾ വായിക്കുന്ന ഭാഗം എങ്ങനെയാണ്? അവർ തങ്ങളുടെ കാതിലെ കുണക്കുകളെയും അവരുടെ കയ്യിലുള്ള അന്യദേവന്മാരെയും യാക്കോബിന് കൊടുത്തു. അവൻ അതിന് ശേഖരന് അരികെയുള്ള കരിവേലത്തിനുകളിൽ കുഴിച്ചു. അതിന് വിശദാംശമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. പ്രാർത്ഥന, ആരാധന ഇതൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു ശുദ്ധീകരണം വളരെ ആവശ്യമാണ്. എങ്ങനെയും ചെന്ന് പ്രാർത്ഥിക്കാമെന്നും എന്തും ചെയ്തിട്ടും ഏത് കോലത്തിലും ആരാധിക്കാമെന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ ആത്മീയ മണ്ഡലം മാറുന്നു എന്നുള്ളതാണ് വളരെ വ്യത്യസ്തമായ ചിന്ത. ആധുനിക ലോകത്തിൽ ദൈവത്തെ പേടിയില്ലാത്ത, ദൈവം നമ്മുടെ കളിപ്പുള്ളിയാണെന്ന് കറിയുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആരാധനയ്ക്ക് പോകുന്ന ആ മനുഷ്യൻ പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന അത് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു സമൂലമായ ശുദ്ധീകരണം നമുക്കുണ്ടാകും. ഇനി രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യവും 49-ാമത്തെ വാക്യവും നമ്മൾ വായിച്ചാൽ ശലോമോൻ ആലയം ദൈവത്തിന് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് സ്തോത്രം, അല്ലെങ്കിൽ ദൈവമേ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിന് കേൾക്കണമേ എന്നൊക്കെ പറഞ്ഞ് ജ്ഞാനിയായി മാറിയ ശലോമോൻ ദൈവത്തിന് ആലയം സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ അടച്ചുപൂട്ടി ഏതെങ്കിലും ആ കെട്ടിടത്തിന് ഉടമയുടെ അധീനതയിൽ കഴിയുന്ന ഒരു മണ്ടച്ചാരായ ദൈവമല്ല. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പൂട്ടിയാൽ ആ പൂട്ടിന്റെ അകത്ത് ഒതുങ്ങുന്ന ഒരു ദൈവത്തെ അല്ല നാം വിശ്വസിക്കുന്നത്. ദൈവം എന്ന് പറയുന്നത് സ്വർഗത്തിൽ വസിക്കുന്നവനാണ്. സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന നിത്യനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, നാം അദ്ദേഹത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എവിടെ നിന്നാണ് കേൾക്കേണ്ടത്? ഏതെങ്കിലും കെട്ടിടത്തിൽ നിന്നോ ഏതെങ്കിലും വസ്തുവിൽ നിന്നോ ഏതെങ്കിലും വിഭാഗത്തിൽ നിന്നോ കേൾക്കുന്നതല്ല. എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന ഉറപ്പാണ് ഒരു പ്രാർത്ഥനക്കാരന്റെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഇനി രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയണത്,
ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. മൂന്നാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. നിങ്ങൾക്ക് ഈ ഭാഗം കേൾവിക്കാർക്ക് മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതേ സംഭവം തന്നെ നിങ്ങൾക്ക് യെശയ്യാവിന്റെ പുസ്തകം 38-ാമത്തെ അധ്യായത്തിൽ കാണാം. യഹൂദ രാജാവായിരുന്ന ഹിസ്കിയാവ് ദീനം പിടിച്ചു കിടക്കുകയാണ്. ആ അവസരത്തിൽ യെശയ്യാവ് എന്ന് പറയുന്ന ദീർഘദർശിയോട് ദൈവം പറഞ്ഞു, നീ ഹിസ്കിയാവോട് എന്ന് പറയണം, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളണം, മാത്രമല്ല നീ കട്ടിൽ നിന്ന് ഇറങ്ങുകയില്ല, നീ നിശ്ചയമായിട്ട് മരിച്ചു പോകും. ഈ ആലോചന പറഞ്ഞിട്ട് അള്ളപ്പാട് പറഞ്ഞ യെശയ്യാവ് ദീർഘദർശി അവിടുന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ അദ്ദേഹം പോകുന്ന അവസരത്തിൽ ഈ രാജാവ് താന് ചുവനോട് നേരെ തിരിഞ്ഞിട്ട് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിൽ നേരോടും വിശ്വസ്തയോടും നടന്നത് നീ ഓർക്കണമേ. അപ്പോൾ ദീർഘമായ ഒരു പ്രാർത്ഥനയ്ക്കല്ല പലപ്പോഴും മറുപടി കിട്ടുന്നത്. പ്രാർത്ഥനക്കാരൻ ദൈവമായിട്ടുള്ള ബാന്ധവം, ദൈവസന്നിധിയിൽ നിങ്ങൾ ജീവിച്ച കാര്യങ്ങളെ കുറിച്ച്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി എങ്ങനെ നിന്നു, നിങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു, ദൈവത്തെ നിങ്ങൾ എങ്ങനെ ഉൾക്കൊണ്ടു എന്നൊക്കെ ദൈവം നോക്കുന്ന സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നറിയണം. ഇവിടെ ഹിസ്കിയാവിനോട് പറഞ്ഞത് വളരെ കടുപ്പരാലോചനയാണ്. നീ മരിച്ചുപോയി, നിശ്ചയമായിട്ട് മരിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ അവിടെ കിടന്ന് അറിയിക്കുകയല്ലായിരുന്നു. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിൽ നേരോടും വിശ്വസത്തോടും നടന്ന് നീ ഓർക്കണമേ. ഏതാണ്ട് സ്പ്ലിറ്റ് ഓഫ് ദ സെക്കൻഡിൽ മാത്രമുള്ള ഒരു ചെറിയ പ്രാർത്ഥന, ഉടനെയുള്ള പ്രാർത്ഥനയല്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് മൈലുകണക്കിന് നീളമുള്ള പ്രാർത്ഥനകൾക്കാണ് മറുപടി കിട്ടുന്നത്. അങ്ങനെ പ്രാർത്ഥനകളാണ് ഞാൻ പറഞ്ഞില്ല. പക്ഷേ സ്തോത്രം, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥനയ്ക്കല്ല മറുപടി കിട്ടുന്നത് വളരെ ചെറിയൊരു കാര്യം. ദൈവത്തെ ഓർപ്പിച്ചുണർത്തുന്ന നിന്റെ ജീവിതത്തിന്റെ വഴികളെ കുറിച്ച് നീയും ദൈവമായിട്ടുള്ള ആ സുതാര്യ ബന്ധത്തെ ഓർപ്പിക്കുന്ന ആ പ്രാർത്ഥനയുടെ രംഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ അള്ളപ്പാട് പറഞ്ഞിട്ട് ഇറങ്ങി നടുവറ്റം വരെ പോയ യെശയ്യാവിനോട് ദൈവം പറയുകയാണ്, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവിന്റെ രാജാവോട് നീ പറയേണ്ട ഒരു കാര്യമുണ്ട്. യഹോവ ഇപ്രകാരം വലിച്ചു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. അപ്പോൾ ഓർക്കണം, ഇത് പറഞ്ഞ് യെശയ്യാവ് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് പറഞ്ഞ കാര്യമല്ല. ദൈവം പറയുകയാണ് യെശയ്യാവിനോട്. അവൻ എന്താ കാണിച്ചതെന്ന് യെശയ്യാവിന് അറിയത്തില്ല. വെള്ളപ്പാട് പറയാൻ പറഞ്ഞു. വെള്ളപ്പാട് പറഞ്ഞിട്ട് ഹിസ്കിയാവിന്റെ ആ മുറിയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ പൊളി ഇറങ്ങിപ്പോയ യെശയ്യാവിനോട് പറയുകയാണ്, നീ ചെന്ന് അവനോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, അതുകൊണ്ട് സ്തോത്രം, ഞാൻ നിന്നെ സൗഖ്യമാക്കും. മൂന്നാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന ദൈവമാണ്. ഇന്നലെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് എതിരെയാണ് ഒരു ആലോചന ദൈവം പറഞ്ഞുകൊടുത്തെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളുടെ വേളകളിൽ നിങ്ങൾ സഹായത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിന് എതിരെയുള്ള ഒരു അരുളപ്പാടാണ് ദൈവം നമ്മളോട് പറഞ്ഞതെങ്കിൽ, ദൈവത്തോട് ചാടിക്കയറാതെ, ദൈവത്തോട് എതിർക്കാതെ ഒന്നുകൂടെ നിങ്ങളെ വിധേയപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി പറയാൻ നമ്മുടെ ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ്. അപ്പോൾ അതാണ് ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തൊരു പദ്ധതി. അറിയാവുന്ന ആയുഷ്മാൻ 15 സംവത്സരം നീട്ടി എന്നൊക്കെ പറഞ്ഞ് അത് വിശദീകരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ചരിത്രത്തിൽ ഇതാ സ്വർണ്ണലിപികൾ കൊണ്ട് ഇതാ ദൈവം കുറിച്ചു വെച്ച ചില പ്രത്യേകമായ സംവിധാനങ്ങൾ ചരിത്രത്തിൽ അതിനോട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഞാനത് പറയാനൊരു സമയമെടുക്കുന്നില്ല. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെയാണ് നെഹമ്യാവ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ശൂഷൻ രാജധാനിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇറാനിൽ ഉള്ള ആ രാജധാനിയിൽ, ഇറാൻ എന്നത്തെ തലസ്ഥാനമാണ്. നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിക്കണം. ഈ സംഭവം നടക്കുന്ന നെഹമ്യാവിന്റെ ഈ സംഭവം നടക്കുന്ന സമയത്ത് മേദിയ പേർഷ്യ എന്ന് പറയുന്ന സാമ്രാജ്യം ഉള്ള സമയമാണ്. അതിന്റെ പേർഷ്യൻ രാജാക്കന്മാർ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അർത്ഥശാസ്ത്രാവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അർത്ഥശാസ്ത്രാവ് ലോജിമാനസ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഭരണത്തിന് 20-ാമത്തെ വർഷത്തിൽ കിസ്ലേവ് മാസത്തിലാണ് യഹൂദിയിലെ ചിലർ വന്ന് ഈ പറഞ്ഞ നെഹമ്യാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സഹോദരന്മാർ വളരെ കഷ്ടത്തിലായിരിക്കുന്നു, വളരെ നിന്ദയിലാണ് അവിടെ കഴിയുന്നത്. ഇത് കേട്ടിട്ട് കിസ്ലേവ് മാസം എന്ന് പറയുന്നത് യഹൂദ കലണ്ടറിലെ 9-ാമത്തെ മാസമാണ്. അങ്ങനെ അത് കേട്ടിട്ട് ചില ദിവസങ്ങൾ അദ്ദേഹം പ്രാർത്ഥിക്കുവാനും ദൈവസ്ഥയിൽ ഉപവസിക്കുവാനും ഒക്കെ ഇരുന്ന ഭാഗം നിങ്ങൾക്ക് ആ ഭാഗത്ത് കാണാം. അങ്ങനെ താൻ ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് നിലവിളിക്കുന്നു. ദീർഘമായ മാസങ്ങൾ ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് നെഹമ്യാവിന് ഒരുപക്ഷെ വെളിപ്പെട്ടോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും
ഇവിടെ നീസാൻ മാസത്തിൽ അല്ലെങ്കിൽ 4 മാസത്തിന് ശേഷം നടന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. അന്നത്തെ രീതി അനുസരിച്ച് പേർഷ്യൻ രാജാക്കന്മാർ അല്ലെങ്കിൽ ഇറാൻ രാജാക്കന്മാരുടെ പ്രത്യേകത, അവരുടെ മുൻപിൽ ആരും മുഖം പാടി നിൽക്കുവാൻ അനുവാദമില്ല. എന്ന് പറഞ്ഞാൽ നെഹമ്യാവിന്റെ ജോലിയും അറിയണം. റാണി അടുത്തില്ലെങ്കിലും രാജാവിന്റെ ചഷകത്തിൽ ചുക്കായിലെ ചഷകത്തിലേക്ക് വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന ജോലി അല്ലെങ്കിൽ പാനപാത്ര വാഹന വിചാരകരായിരുന്നു നെഹമ്യാവ്. അപ്പോൾ എല്ലാ സമയത്തും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്റെ മുഖം പ്രസാദിച്ചിരിക്കണം എന്ന് രാജാക്കൻ അല്ലെങ്കിൽ ആ ഇറാനിലെ അല്ലെങ്കിൽ പേർഷ്യൻ രാജാക്കന്മാർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇനി അവരുടെ രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. അവർക്ക് എന്തെങ്കിലും തോന്നിയാൽ മുഖം പാടിയിരുന്നാൽ ചോദ്യം ചെയ്യാതെ വാളെടുത്ത് പടലി വെട്ടുന്ന രീതിയാണ് ഉണ്ടായിരുന്നു പേർഷ്യൻ രാജാക്കന്മാർക്ക്. പക്ഷേ അദ്ദേഹത്തിന്റെ മുൻപിലാണ് യഹൂദ പ്രവാസികളിൽ ഒരുവനായിരുന്ന ഈ നെഹമ്യാവ് എന്ന് പറഞ്ഞ മനുഷ്യൻ ജീവിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. എസ്തേറിന്റെ പുസ്തകം എന്ന് പറയുന്നത് ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരാതെ പേർഷ്യയിലും അല്ലെങ്കിൽ ഇറാനിലും ഇറാഖിലുമായില്ലെങ്കിൽ ബാബിലോണിലും ജീവൻ തുടർന്ന യഹൂദന്മാരുടെ ചരിത്ര സംവിധാനമാണ് എസ്തേറിന്റെ പുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ചോദ്യം ചെയ്യാതെ പടലി വെട്ടിക്കളയുന്ന രീതിയുള്ള ആ ഇറാൻ ചക്രവർത്തിയുടെ മുൻപിൽ അദ്ദേഹം നിൽക്കുമ്പോൾ രാജാവ് ചോദിക്കുക, നെഹമ്യാവേ, നിന്റെ മുഖം വാടിയിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ മറുപടിയും അദ്ദേഹം തന്നെ പറഞ്ഞത്, ഇത് മനോവസരമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, രാജാവ് തന്നെ ചോദ്യവും ചോദിച്ചു, രാജാവ് തന്നെ മറുപടിയും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇറാൻ രാജാക്കന്മാരുടെ വായിക്ക് വരാറില്ല. മുഖം വാടിയിരുന്ന ചോദ്യം ചെയ്യാതെ തന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഭക്തന്റെ പടലി വെട്ടിക്കളയുക എന്ന് പറയുന്ന ആ സംവിധാനമുള്ള ഈ മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയുന്ന ആ മനുഷ്യന്റെ മുഖം വാടിയിരിക്കും. അദ്ദേഹം അദ്ദേഹത്തിന്റെ ചോദ്യവും മറുപടിയും കേട്ടപ്പോൾ നെഹമ്യാവിന് മറുപടിയുണ്ട്. രാജാവേ, എന്റെ പിതാക്കന്മാരുടെ കളറുള്ള പട്ടണം തീ കൊണ്ട് വന്നു, അതിന്റെ മതിൽ ഇടിഞ്ഞും കിടക്കെ എങ്ങനെയാണ് എന്റെ മുഖം പ്രസാദിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയുമൊക്കെ ചെയ്യുന്ന ആ മനുഷ്യൻ റാണിയും കൂടിയിരിപ്പുണ്ട്. ആ സമയത്ത് അദ്ദേഹം സ്പ്ലിറ്റ് ഓഫ് ദ സെക്കൻഡിൽ അദ്ദേഹം മനസ്സിന്റെ പ്രാർത്ഥന കണ്ണു തുറന്നിരിക്കുകയായിരിക്കാം. അല്ലാതെ വായിട്ട് രാജാവെ എനിക്കൊന്ന് പറയണമെങ്കിൽ കുറച്ച് സമയം പ്രാർത്ഥിക്കണം, വായിട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ല അദ്ദേഹം പ്രാർത്ഥിച്ചത്. അദ്ദേഹം വളരെ ചെറിയൊരു പ്രാർത്ഥന തന്റെ വാ തുറക്കാതെ കണ്ണു തുറന്നിരിക്കുന്ന അവസരത്തിൽ തന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അദ്ദേഹം 1-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ശ്രദ്ധിക്കണം. ഈ മനുഷ്യന്റെ ഉള്ളിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ അവസാന വരമ്പിലേക്ക് എത്തുന്ന ആ ഭാഗമാണ് ചെറിയൊരു പ്രാർത്ഥന. അവിടേക്കും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണ്? ഈ മുരടനായ അർത്ഥകശിഷ്ടാവ്, ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, അർത്ഥകശിഷ്ടാവ് 2 ഉണ്ട്. അതിൽ അർത്ഥകശിഷ്ടാവ് യോജിമാസ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മുമ്പിലാണ് ഈ പറഞ്ഞ നെഹമ്യാവ് നിൽക്കുന്നത്. നെഹമ്യാവിന്റെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഈ മുരടനായ മനുഷ്യനോട് കർത്താവിനെ ഇടപെടണം. എന്തിനാ? എന്റെ പിതാക്കന്മാരുടെ പട്ടണം, ഇതാ കലറുള്ള പട്ടണം തീ കൊണ്ട് വന്നു, അതിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. അതിൽ പുനർനിർമ്മിക്കുവാനുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. എപ്പോഴാണെന്നറിയാമോ? തന്റെ സഹോദരന്മാർ ഒരുവരായ ഹനാനിയും അദ്ദേഹത്തിന്റെ യഹൂദ വിഭാഗത്തിൽ നിന്ന് യെരൂശലേം ഭാഗത്തു നിന്ന് വന്ന അവിടെയുള്ള യഹൂദന്മാരുടെ തിക്തമായ ശോചനീയമായ അവസ്ഥകൾ പറഞ്ഞപ്പോൾ മുതൽ തന്റെ മനസ്സ് ആകുലമാണ്. ഒന്നുകൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം, നെഹമ്യാവ് എന്ന് പറഞ്ഞ മനുഷ്യൻ സത്യത്തിൽ യെരൂശലേം കണ്ടിട്ടില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അദ്ദേഹം നിൽക്കുന്ന ഈ സമയം BC 445 എന്ന് പറയുന്ന ആ വർഷത്തിലാണ്. എന്നാൽ അവരെ പിടിച്ചുകൊണ്ടു പോകുന്ന അവസരം ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് ബാബിലോണിൽ നിന്ന് നെബൂഖദ്നേസർ ചക്രവർത്തി യെരൂശലേമിലെത്തി. അത് BC 606 രണ്ടാമത് BC 597 മൂന്നാമത് 586. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വർഷക്കണക്കിന് പരിശോധിച്ചാൽ നെഹമ്യാവ് യെരൂശലേം ശരിയായിട്ട് കണ്ടിട്ടില്ല. ഒരു വേള അദ്ദേഹത്തിന്റെ അപ്പന്റെ അപ്പനോ മാത്രം യെരൂശലേം കണ്ടിട്ടുള്ളൂ. പക്ഷേ തങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞുള്ള അറിവ്, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ആ യെരൂശലേമിനെ കുറിച്ചുള്ള ആ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ കണ്ടമാനം സ്തോത്രം വിഷമുണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവാരാധനയെ കുറിച്ചും ദൈവാലയങ്ങളെ കുറിച്ചും ദൈവത്തോടും
ദിവസം മാസം വെക്കാനൊക്കാത്തതുകൊണ്ട് ചില മാസങ്ങൾ 29 ചില മാസങ്ങൾ 30 അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഏതാണ്ട് AD എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആ കലണ്ടറിൽ നിന്ന് 11 ദിവസങ്ങൾ കുറവാണ് ഈ പറയുന്ന യഹൂദ കലണ്ടറിൽ ഉള്ള ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ചെറിയ ഒരു വർഷക്കണക്കുള്ള യഹൂദ കലണ്ടറിലെ 2 മാസങ്ങളിൽ നടന്ന സംവിധാനമാണ് പറഞ്ഞത്. അപ്പോൾ ഈ അർത്തഹശഷ്ടാവ് യോഗ്യമാസത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അകത്ത ദൈവം ഇടപെടുവാൻ പ്രാർത്ഥിച്ച നെഹമ്യാവിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. രാജാവ് ഉടനെ ചോദിക്കാൻ റാണിയുടെ അടുത്തിരുന്നു, നിനക്ക് അങ്ങോട്ട് പോകുവാൻ എത്ര അവധി വേണം? ഇന്നലെ ശബ്ദം കേൾക്കുന്ന പ്രിയത്തോട് ഞാൻ പറയാം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുള്ള ദൈവം വളരെ ശക്തിമാനാണെന്ന് അറിയണം. നമ്മുടെ ദൈവം സ്തോത്രം ആ ദൈവം മുട്ടുമടക്കുന്ന ഒരു ദൈവമല്ല. മാത്രമല്ല ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ പ്രാർത്ഥന ചെയ്യുവാൻ മണിക്കൂറുകൾ വേണ്ട, സെക്കൻഡുകൾ പോലും വേണ്ട. അപ്പോൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ള ദൈവത്തിന്റെ മുൻപിൽ നിങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവ് തയ്യാറാകുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഓർക്കണം, 445 വർഷത്തിൽ അർത്തഹശഷ്ടാ യോഗ്യമാസ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഭരണത്തിന്റെ 20 വർഷത്തിൽ നെഹമ്യാവിനെ യെരൂശലേം നഗരത്തിന് പുനർനിർമ്മിതിക്ക് വേണ്ടി അവിടെ നിന്ന് പുറപ്പെടുവിക്കുവാൻ ഒരു കൽപ്പന പുറപ്പെട്ടു. നിങ്ങൾ ആ ചരിത്രം പഠിച്ചാൽ BC 536 519 405